أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين അഭിവന്ദ്യരായ തങ്ങന്മാർ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട നാട്ടുകാർ, എനിക്ക് വലിയ പരിചയമില്ല ഇത്രയും വലിയൊരു സദസ്സിന് മുമ്പിൽ പ്രസംഗിച്ചിട്ട്. കുറച്ച് ആളുകൾ കൂടുന്നിടത്ത് പ്രസംഗിച്ച് മാത്രം ഉള്ളു പരിചയം. അത് പറഞ്ഞതിന് വേണ്ടി രണ്ടു വാക്ക് തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അബുദാബിയിൽ തങ്ങൾ വന്നപ്പോൾ കാണാൻ ആഗ്രഹിച്ചു. കൂട്ടുകാരോടൊപ്പം കാണാൻ വേണ്ടി ഞാൻ പോയി. സലാം പറഞ്ഞു. കൈപിടിച്ചു മൊത്തിയപാടൊരു ചോദ്യം, നീ മുസ്ലിമാണോ കാഫിറാണോ? വല്ലാതെ ഭയപ്പെട്ടു പോയി. എന്നിട്ട് പറഞ്ഞു മുസ്ലിമാകണം. ഞാൻ പറയുന്നത് മുടങ്ങാതെ ചെല്ലണം, എന്നാലേ മുസ്ലിമാകുള്ളൂ. അതിന്റെ അർത്ഥം എനിക്ക് പിടികിട്ടിയത് പിന്നീടുള്ള കാലങ്ങളിലായിരുന്നു. തൗഹീദിന്റെ രണ്ടാം ഭാഗം നമുക്ക് വലിയ പിടിയില്ലാത്തൊരു ഭാഗമായിരുന്നു. അതിലേക്കുള്ളൊരു ക്ഷണമായിരുന്നു തങ്ങളുടെ അന്നത്തെ ആ ചോദ്യവും ഉത്തരവും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കാലം കൊണ്ട് തെളിഞ്ഞ കാര്യമാണ്. അതോടൊപ്പം തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങളെ ആളുകൾ ചന്ദ്രനിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ അങ്ങനെയല്ലേ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് എല്ലാവരും പറയണം, പക്ഷെ എനിക്ക് എല്ലാവരും പറഞ്ഞു നിങ്ങളെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു. എനിക്കതിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ അത് ശരിയാണ്. കാരണം 969 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തുന്നത്. തങ്ങളാണ് പറയുന്നത്. നമ്മളുടെയൊക്കെ ധാരണ, ഉസ്താദുമാർക്ക്, തങ്ങന്മാർക്ക് ഭൗതിക വിജ്ഞാനം ഇല്ല എന്ന ധാരണ എന്റെ കൂട്ടുകാർ തിരുത്തണം എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്നോട് പറഞ്ഞു, അവിടുത്തെ കാലാവസ്ഥ നിനക്കറിയില്ലേ? ഞാൻ പറഞ്ഞു എനിക്കറിയാം. ആ കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ പറ്റിയ കുപ്പായം അവരൊന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. പിന്നെ എങ്ങനെ അവർ പോകും? ശാസ്ത്രലോകത്ത് തന്നെ രണ്ടഭിപ്രായം കൊണ്ടുപോയിട്ടില്ല എന്ന്. ആ പറഞ്ഞത് വലിയൊരു ലോജിക്കായിരുന്നു. പോളിയെത്തിലീൻ എന്ന് പറയുന്ന തണുപ്പിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന സംരക്ഷണ കോട്ട് അന്ന് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. തങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി. എനിക്ക് പോലും അതൊരു പുതിയ അറിവായിരുന്നു. അതാണ് ആത്മീയ ലോകത്ത് ജീവിക്കുന്നവരുടെ കഴിവ്. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അന്ന് തുടങ്ങി വെച്ച് ഞങ്ങൾ എറണാകുളത്ത് ഞാൻ അബ്ദുൽ ഖാദർ മദനി കൽത്തറോസ്താനോട് പറഞ്ഞു, നിങ്ങൾ കുട്ടികൾക്കൊന്നും സലാത്തോ ദിക്റോ പറഞ്ഞു കൊടുക്കൂല. അവരെന്നിട്ട് പോയി ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ കള്ളശേഖന്മാരുള്ള കാലഘട്ടമുണ്ട്. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ സലാത്ത് അല്ലാഹു തആല അങ്ങനെ ആമായിട്ട് നമുക്ക് അല്ല സൊല്ലു എന്ന് പറഞ്ഞ ഇജാസത്ത് എന്നതുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചില്ല എങ്കിൽ അത് വലിയ പ്രശ്നം സൃഷ്ടിക്കും എന്ന് പറഞ്ഞ് ഞാൻ കൽത്തറുസ്താന് പറഞ്ഞു. കൽത്തറുസ്താൻ അങ്ങനെ തന്നെ ഉപ്പയോട് പറഞ്ഞു. അതിനുശേഷമാണ് ഫോട്ടോ കോപ്പി സലാത്ത് കൊടുക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. സലാത്ത് എല്ലാവർക്കും എത്തിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ വന്നു. അത് ഞാൻ ഓർമ്മപ്പെടുത്തുക. ജനങ്ങളിലേക്ക് സലാത്ത് എത്തണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്മരണ അത് നമുക്ക് നിലനിർത്തണമെങ്കിൽ സലാത്തുകൾ നമ്മൾ ചൊല്ലണം. അതോടൊപ്പം തന്നെ കൂട്ടി പറയേണ്ട ഒരു കാര്യമാണ്, എ പി ഉസ്താദ് ക്ഷണിക്കുന്നു. എന്റെ സുഹൃത്ത് ഇ വി വല്ലാതെ തന്നെ പ്രസ് ചെയ്യുന്നു, നോളജ് സീറ്റിലേക്ക് തിരിച്ചു വരണം എന്നതിനെ കുറിച്ച്. അങ്ങനെ ഞാൻ വല്ലാതെ വിഷമിച്ച് സലാത്തൊക്കെ ചൊല്ലി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. എനിക്ക് പരിചയമില്ലാത്തൊരു ഉസ്താദ് ഒരു കൊട്ട പൂക്കൾ തന്നെ സ്വീകരിക്കുന്നു. ഞാനൊരു ആവശ്യത്തിന് കൊല്ലത്തേക്ക് പോകുന്ന സന്ദർഭത്തിലായിരുന്നു. അങ്ങനെ കൊല്ലത്തേക്ക് പോണ സമയത്ത് നമ്മുടെ നജീബ് സക്കാഫി എന്നെ വഴി വെച്ച് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഏതായാലും ഇതൊരു വന്നല്ലേ, ഇവിടെ ഒരു ഏരൂസ എന്നൊരു ഉസ്താദ് ഉണ്ട്, മൂപ്പരൊന്ന് കണ്ട് ദ്വാ ചെയ്യിച്ച് പോകുന്നതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നോമ്പായിരുന്നു, അവിടെ കൂടി. മൂപ്പര് നീ ഇവിടെ കൂടിയേക്കാൻ പറഞ്ഞു. ഞാൻ പോണ ലക്ഷ്യം എനിക്ക് നോമ്പിന് താമസിക്കാൻ പറ്റിയൊരു സ്ഥലം കിട്ടണം. നോമ്പ് അവിടെ ചെറിയൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. മൂപ്പരടുത്ത് കൂടി ആ ബന്ധം വളർന്നു. മൂപ്പരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ സ്വപ്നം കണ്ട ഉസ്താദ് അത് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയുള്ളൂ, ഉസ്താദ് ഞാൻ നിങ്ങൾ സ്വപ്നം നിങ്ങളെ നാം ബൊക്ക തന്ന് സ്വീകരിച്ചു. അതെന്തുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ പുള്ളാൽ തങ്ങളുടെ ശിഷ്യനാണ് ഏരു ഉസ്താദ്. ആ ഉസ്താദ് ഞാൻ അവിടെ നോമ്പും കഴിഞ്ഞ് അന്ന് പള്ളിയിലൊക്കെ ഇരുന്ന് തിരിച്ചു വരുന്നവയ്ക്ക് പറഞ്ഞു, നിങ്ങൾ സംശയിക്കരുത്, എ പി ഉസ്താദിനെ നിങ്ങൾ സഹായിക്കണം. ഞാൻ വീണ്ടും പഠിച്ചപ്പോൾ ലാ തറദ്ദുദ്, നിങ്ങൾ സഹായിക്കണം. ആ ഒരൊറ്റ കാരണമാണ് വീണ്ടും എന്നെ ഇതിലേക്ക് എത്തിച്ചത്. എന്റെ കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത്, സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത്,
അള്ളാഹുവിന്റെ റസൂല് മക്കയിൽ നിന്ന് മദീനയിൽ പോയിട്ട് അൽ മദീന ഉണ്ടാക്കി. ആ അൽ മദീനയിൽ നിന്നാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ച പല തത്വങ്ങളും 10 വർഷം കൊണ്ട് ഹബീബ് ഉണ്ടാക്കിയത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ആ നോളജ് സ്റ്റിക്ക് തറക്കല്ലിട്ടത്, കേരളത്തിലെ പ്രഗത്ഭയ സാദാത്തുമായി മുൻനിർത്തിക്കൊണ്ട് തറക്കല്ലിട്ടത് മഹാനായ താജുൽ ഉലമയാണ്. അത് പൂർത്തീകരിക്കേണ്ട ദൗത്യം നമുക്കുള്ളതാണ്. നാം ഈ ലോകത്ത് ജീവിച്ചു എന്ന കാൽപ്പാടുകൾ ബാക്കി വെക്കേണ്ടതുണ്ട്. മഹാനായ എ.പി. ഉസ്താദ് മുന്നോട്ട് വെച്ച ആ പ്രോജക്റ്റ്, അത് ദീർഘവീക്ഷണമുള്ളവർക്ക് മാത്രമേ, ഏതുപോലെ ചന്ദ്രനിൽ പോയിട്ടില്ല എന്ന് 969 കാലങ്ങളിലേക്ക് പോയിക്കൊണ്ട് 990 പറയാൻ കഴിയുന്ന, നാളത്തെ കൂടി പറയാൻ പറ്റുന്ന ആളുകൾ, ഈ ഇരിക്കുന്ന പണ്ഡിതന്മാർ, അതിന് ചുക്കാൻ പിടിക്കുന്ന മഹാനായ എ.പി. ഉസ്താദ് മുന്നോട്ട് വെച്ച ആ പ്രോജക്റ്റ്, തങ്ങള് തറക്കല്ലിട്ട ആ പ്രോജക്റ്റ്, അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ അതിന് കഴിവുള്ള ആളല്ല, പക്ഷെ അത് നടന്നു കിട്ടണമെന്ന അതിയായ ആഗ്രഹം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ഇവിടെ നിലനിൽക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ സദസ്സ് അതിനുകൂടിയുള്ള പ്രാർത്ഥനയുടെ സദസ്സായി മാറണമെന്ന അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ആത്മാർത്ഥമായി എല്ലാവരും നമുക്ക് ശക്തി പകരാൻ ദുആ ചെയ്യണം. കൂട്ടത്തിൽ എൻ്റെ ഉമ്മ മരിച്ച ആണ്ടുകൂടിയാണ്. നമ്മളെയൊക്കെ ഇങ്ങനെ ആക്കിയ ഉമ്മമാര്, അവർക്ക് മരണപ്പെട്ടു പോയി, അവരുടെയൊക്കെ ഖബറ് അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തു ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു ഡോക്ടർ അബ്ദുസ്സലാം.